ഹലോ ഗൈസ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ, നെഗറ്റീവ് മാത്രം സംസാരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ഫാമിലിയിലുണ്ടാവാം, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുണ്ടാവാം, നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുണ്ടാവാം. അവരുമായിട്ട് മെല്ലെ മെല്ലെ നിങ്ങൾ മാറി നിൽക്കുക. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ തിരിച്ചറിയാൻ ശ്രമിക്കുക. കാരണം ഞങ്ങളൊരു ജോലി ചെയ്യുന്ന, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ 100% നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി നിൽക്കുമെന്ന് വിശ്വസിക്കരുത്. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും നിങ്ങൾക്ക് നന്മ മാത്രം വരണം ആഗ്രഹിക്കുന്ന ആൾക്കാരാവണമെന്നില്ല. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും നിങ്ങളുടെ നന്മയെ ആഗ്രഹിക്കുന്ന ആൾക്കാരാവണമെന്നില്ല. അതുകൊണ്ട് ടോക്സിക് ഉള്ള ആൾക്കാരെ, അല്ലെങ്കിൽ നെഗറ്റീവ് സംസാരിക്കുന്ന ആൾക്കാരെ മാറ്റി നിർത്താൻ ശ്രമിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നിങ്ങളെ കരിയറിനെ ബാധിക്കാം. ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ കാര്യം പറയുന്നത്, നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ തുടക്കത്തിൽ ഒരു സീനിയർ നിങ്ങളോട് ഒരു പക്ഷേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, ഇവിടെ ആരെങ്കിലും നിൽക്കുമോ, ഇവിടെ നമുക്ക് ഞങ്ങളുടെ ലൈഫ് സർവൈവ് ചെയ്യാനോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആംബിഷൻ, ഞങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാനോ പറ്റില്ല, ഞാൻ റിസൈനിങ് ഇടുന്നതെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടാവാം. 25 വർഷം കഴിഞ്ഞാൽ അതേ ആൾക്കാർ പുതിയ ആൾക്കാരുടെ ഇതേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് അവരെ മനസ്സിലാക്കുക. നിങ്ങൾ അതേപോലെ ഒരു ക്യാമ്പസിൽ നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ക്യാമ്പസിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവാം. കുടുംബത്തിൽ നിങ്ങളൊരു പുതിയൊരു അച്ചീവ്മെൻ്റ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രീം പ്ലാൻ ആരോടെങ്കിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് നിങ്ങൾ ഒരു ഡ്രീം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പറയാതിരിക്കുക ദയവ് ചെയ്ത്. എല്ലാവരും ഞങ്ങൾ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നു വിശ്വാസം ആദ്യം മാറ്റി വെക്കുക. എന്നിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തുക. പോസിറ്റീവ് സംസാരിക്കുന്ന, നമ്മൾ നല്ല വെൽവിഷറായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുപ്പ് ഫെയിലാവില്ല, നിങ്ങൾ അടിപൊളിയാവും. അപ്പോൾ ശ്രദ്ധിക്കുക. ബി ഹാപ്പി. ഓക്കെ.